നമ്മുടെ ചാനൽ ചർച്ചകൾ ഇപ്പോൾ ഏതൊരു ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് ചാനലുകളുണ്ടല്ലോ. ഈ ചാനലുകളൊക്കെ രാത്രി ആയിക്കഴിഞ്ഞാൽ ചർച്ച നടത്തും. എന്തെങ്കിലും ഒരു നിസ്സാര വിഷയം, അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും നിസ്സാര വിഷയത്തിലായിരിക്കും ചർച്ച നടത്തുക. അപ്പോൾ ചർച്ചയിൽ 2, 3, 4 ആളുകളൊക്കെ ഉണ്ടാകും. ഒരു പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു യോഗ്യതയില്ലാത്ത ഒരുപാട് ആളുകളും ചിലപ്പോൾ ചർച്ചയിൽ വന്നിരുന്നിട്ടുണ്ടാവും. എന്നിട്ട് എന്താണ് ഈ ചർച്ചയുടെ അവസ്ഥ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മളൊക്കെ ഒരുപാട് കാലമായല്ലോ. ഈ ചർച്ച കൊണ്ട് ഇന്ന് വരെ, ഇവരുടെ ഈ ചാനൽ ചർച്ച കൊണ്ട് ഇന്ന് വരെ എന്തെങ്കിലും ഒരു ഉപകാരം നമുക്കോ നമ്മുടെ നാടിനുണ്ടായിട്ടുണ്ടോ? എന്തെല്ലാം ചർച്ചകൾ, എത്ര ചർച്ചകളാണ് അവർ നടത്തുന്നത്? എന്താണ് ഈ ചർച്ച കൊണ്ട് എന്ത് നേട്ടം ഉണ്ടായിട്ടുള്ളത്? ചർച്ച തുടങ്ങും, 2, 3, 4, 5 ആളുകൾ കൂടി ഓരോ ഭാഗത്തിരുന്ന് ചർച്ച നടത്തുന്നു. അതിൻ്റെ അവതാരകനുണ്ടാകും. എല്ലാവരും കൂടി ഭയങ്കര പൊരിഞ്ഞ ചർച്ചയായിരിക്കും. എന്നിട്ട് അവസാനം 4 ആളുണ്ടെങ്കിൽ 4 ആളും 4 ഭാഗത്ത് നിന്ന് സംസാരിക്കും. ചിലപ്പോൾ 1, 2 ആളുകളുടെ മൈക്ക് കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ വോയിസ് ഇല്ലാതെ തന്നെ മ്യൂട്ട് ചെയ്താൽ പോലും അവർ സംസാരിക്കും. അവസാനം അടിച്ച് പിരിയും. അവസാനം എല്ലാ ചർച്ചയും, മിക്ക ചർച്ചയും, ഒരു 99% ചർച്ചയും അവസാനം അത് തർക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെറി പറഞ്ഞ് പറയാൻ പറ്റാത്ത വാക്കുകൾ മുഴുവൻ പറഞ്ഞിട്ട് ചർച്ച അവിടെ വൈൻഡപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ചാനൽ ചർച്ചയുടെ അവസ്ഥ. എന്ത് കാര്യത്തിനാണ് ഈ ചർച്ച നടത്തുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ചർച്ച നടത്തുന്ന വിഷയങ്ങളൊന്നും എടുത്തു നോക്കിക്കഴിഞ്ഞാലോ ഇതെന്തിനാണ് ചർച്ച ചെയ്യുന്നതെന്ന് അവർക്കും അറിയില്ല. ഈ ചർച്ച കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം അവർക്കുമില്ല. ഇത് കേൾക്കുന്ന, കാണുന്ന ആളുകൾക്ക് അവർക്കുമില്ല. ചാനലുകാർക്ക് എന്തെങ്കിലും റേറ്റിങ്ങും റീച്ചും കാര്യങ്ങളും ഉണ്ടാക്കി എന്നല്ലാതെ ഈ വക ചർച്ചകൾ കൊണ്ടൊന്നും ഒരു പുരോഗതിയും അല്ലെങ്കിൽ ഒരു മാറ്റവും ഒരു നേട്ടവും ഇന്ന് വരെ ആർക്കും ഉണ്ടായിട്ടില്ല. കാര്യപ്പെട്ട എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നിലവിൽ തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇവർ ചർച്ച ചെയ്യാത്തത്? ഇതൊന്നും ഇവർ ചർച്ച ചെയ്യില്ലല്ലോ. പല വിഷയങ്ങളുണ്ട്. കാര്യപ്പെട്ട വിഷയങ്ങളിൽ പല നിലക്കും ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനൊന്നും ഇവർ ചർച്ച ചെയ്യില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം, ഏതെങ്കിലും ഒരു മന്ത്രി അവിടെ പോയിട്ട് മൈക്ക കേടായാൽ അന്ന് രാത്രി മൈക്ക എന്തുകൊണ്ട് കേടായി, അടുത്ത ചർച്ചൻ്റെ വിഷയമാണത്. മന്ത്രി സംസാരിച്ചപ്പോൾ മൈക്ക കേടായി. മന്ത്രി സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് മൈക്ക കേടായി? ഇല്ലെങ്കിൽ മന്ത്രി പോകുന്ന സമയത്ത് എവിടെയെങ്കിലും വണ്ടി എന്തെങ്കിലും പഞ്ചറായി കഴിഞ്ഞാൽ, വണ്ടി എന്തെങ്കിലും കേടായി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ രാത്രി ചർച്ച അതാണ്. മന്ത്രിയുടെ വണ്ടി കേടാകുന്നു എന്തുകൊണ്ട്? ഇതുകൊണ്ടൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് എന്ത് നേട്ടമുള്ളത്? മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണോ? ഈ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇല്ലാത്ത ഒരുപാട് തമ്മിൽ തല്ലി അവസാനം ചർച്ചയ്ക്ക് തീരുമാനമാകില്ല. ഇവർ തമ്മിൽ തന്നെ തെറ്റിപ്പോകുന്ന അവസ്ഥ. ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യമുള്ളത്? കാര്യപ്പെട്ട എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യാൻ, ഇതൊന്നും ഇവർ ചർച്ച ചെയ്യില്ല.